ഹായ് ഫ്രണ്ട്സ്, SES ടെക് അറിവുകൾക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ഇന്ന് നമ്മൾ അൽ കവീറിനുള്ള ഒരു ഫാമിലേക്കാണ് പോണത് ദുബായില്. അപ്പോൾ ഇപ്പോൾ സമ്മറാണ് UAE-ൽ. പിന്നെ ഇവിടെ ആ ഫാമിലി പച്ചക്കറി ഉണ്ടാവും, കുറേ സ്പ്രിങ്ങിലൊക്കെ കുറേ ഉണ്ടാവും. പിന്നെ ഇവിടെ മഴയും ചേർന്നതൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ കുറേ കാര്യങ്ങൾ വളരും. പക്ഷേ ഈ പ്രാവശ്യം സമ്മറായ കാരണം ഭയങ്കര ചൂടാണ്, ഭയങ്കര കടും ചൂടാണ്. അത് കാരണം അവിടെ ആനിമൽസിന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുന്നത് ഇവിടെ ഡെസേർട്ടിലൊക്കെ പോയി അവിടെ ക്യാമൽസ് ഒക്കെ ഉണ്ടാവും. ഫാമിൽ ചിലപ്പോൾ ക്യാമൽസ് ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഫാമിലിക്ക് പോവാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മലിഹ റോഡിൽ കൂടെയാണ്. അവിടുന്ന് നേരെ നമ്മൾ എമിറേറ്റ്സ് റോഡിലേക്ക് കയറി. എമിറേറ്റ്സ് റോഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു റോഡാണ്. 6 to 8 വരെ ലൈൻസ് ഉണ്ട്. നമുക്ക് ഹൈ സ്പീഡിൽ പോവാം. പക്ഷേ ക്യാമറയൊക്കെ ഉള്ള കാരണം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫാമിൽ പോണ വഴിയിൽ കയറി. ഫാമിലിക്ക് പോണ വഴി ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ റോഡൊന്നുമില്ല, ഇങ്ങനെ കല്ലും മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഇങ്ങനെ ഒരു ബുഷായിട്ട് വളർന്നിട്ടുണ്ട് ഒരു ചെടി, ഒരു മഞ്ഞപ്പൂക്കൾ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോയെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പിന്നെ വരുമ്പോൾ നമുക്ക് കൊണ്ടുവരാമെന്ന്. അപ്പോൾ നമ്മൾ 3-4 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ ഓഫ് റോഡ് തീർന്ന് നമ്മുടെ ഫാമിലിക്ക് പോകാൻ. റോഡൊന്നും ടാർ ചെയ്തിട്ടില്ല, ഞങ്ങൾ പോണ വഴിക്കൊന്നും റോഡ് ടാർ ചെയ്തിട്ടില്ല. ഈ ഭാഗം എന്ന് വെച്ചാൽ ഫുള്ള് ഫാമാണ്. അപ്പോൾ നമ്മുടെ ഫാം എത്താറായി. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കുതിരാലയം കണ്ടു. അപ്പോൾ അവിടെ നിർത്തിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതേ കുതിര അവിടെ നിന്ന് പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നു. 2 പോണി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ അവിടെ 2 കുഞ്ഞിപ്പോണി ഉണ്ടായിരുന്നു. ദേ കുതിര ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്നു. അപ്പോൾ അതിൻ്റെ നെറ്റത്തൊക്കെ പൊട്ടുണ്ട്, മൂക്കത്തിൻ്റെ അവിടെയൊക്കെ പൊട്ടൊക്കെ ഉണ്ട്. ഇതൊരു സിൽവർ കുതിരയല്ലോ ഇവിടെ. സിൽവർ കുതിരയാണ്, നല്ല സുഖമാണല്ലേ. അപ്പോൾ ഞങ്ങൾ കുതിരയൊക്കെ തിരക്കിലാണ് അല്ലേ, പുല്ലൊന്നും അത് കുഞ്ഞു കുതിരയാണ്. ഈ കുതിരയൊക്കെ നല്ല ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണം, പുല്ല് കഴിച്ചോണ്ടിരിക്കണം. എല്ലാം തിരക്കിലാണ് അല്ലേ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിൽ. അവർക്കൊക്കെ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുതിരയ്ക്കൊക്കെ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ചൂടെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫാൻ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ പോയ സമയം ഭയങ്കര ചൂടാണേ, നല്ല ചൂടത്താ പോയത് നമ്മൾ അല്ലേ. കുതിരയൊക്കെ നമ്മൾ വെള്ള കുതിര. അപ്പൊ അതിലിടയ്ക്ക് ഇതേ വിനോട്ടനും ഉണ്ണിമോളൊക്കെ വന്ന് കുതിരയുടെ മുന്നിൽ കൂടെ ഓടിക്കൊണ്ട് നടക്കണ്. ഇത് ഒരു വൈറ്റ് പോണി. അവര് ഞങ്ങള് വന്നപ്പോ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നതാണ്. ആട്ടുംകുട്ടി ഫാമിലിയൊക്കെ നമ്മളെ സ്വീകരിക്കാൻ ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആട്ടിൻകുട്ടി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ എടുത്തു. വിനോട്ടനായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ആയ ആട്ടുംകുട്ടി. ആദ്യം പിടിച്ചപ്പോ പറ്റിയില്ല. ആട്ടുകുട്ടിയല്ലേ അച്ഛൻ ആദ്യം എടുത്ത പോലെ പെട്ടില്ല, സെക്കൻഡ് എടുത്തപ്പോ പെട്ടി. ഞാൻ ആദ്യത്തെ ആട്ടിൻകുട്ടി വന്നില്ല. പിന്നെ ആട്ടുകുട്ടിക്ക് ട്രീറ്റ് കോഴി ഉണ്ടല്ലോ അല്ലേ, ഷീപ്പ് ഉണ്ട് അതിനകത്ത്. ഈ ആട്ടിൻകുട്ടി ഉണ്ണിമോന്റെ പുറകെ നമ്മളെ കൂടെ കുഞ്ഞുങ്ങളൊക്കെ 2 കൂടി ഒരെണ്ണം പിന്നാലെ നടക്കാനുണ്ട്. ഡ്രസ്സൊക്കെ പിടിച്ചു വലിച്ചു. ആട്ടിൻകുട്ടിയാ ഇത് സോറിയ പശുവിടെ പശു പാല് തരും. എന്താണ്ട പശു ചെമ്മരിയാട്.
ആടല്ല ഷീപ്പാണ്, ചെമ്മരിയാടാണ്. പല ടൈപ്പ് ആടുകൾ. ചില ഷീപ്പില് കല്ലുകൂടുന്ന പോലെ കുഞ്ഞാട് നമ്മള് പുറകെ സൂര്യയുടെ ഉടുപ്പൊക്കെ വലിക്കണ്ടല്ലേ, ഉണ്ണിമോനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കൊണ്ട് നടക്കുന്നു. ഉണ്ണിമോനെ പുറകെ കിടക്കണ്ടായിരുന്നു അല്ലേ ആട്. അല്ല ആട്ടുകൂടി നമ്മുടെ പുറകെ തന്നെ ആയിരുന്നില്ല കുറെ നേരം. ഞങ്ങളോട് ഭയങ്കര ഇഷ്ടമായി. ആട്ടുകുട്ടിയാണ് അല്ലേ. ചാത്തക്കുടികളൊക്കെ പിന്നെ കോഴി വന്നു. അവിടെ ഉണ്ട്, ആ ഫാമിലുണ്ട് കുതിര, വെള്ളക്കുതിര ഉണ്ട്. ആ ഏരിയ എന്ന് പറയണ ഫുള്ള് ഫാമാണ്. അതെ കുതിരക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അവര് ശരിക്കും മരുഭൂമി ഉണ്ട്. അപ്പൊ നമ്മളവിടെ പോയപ്പോ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അവരത് സെറ്റ് ചെയ്ത് തന്നതാണ്. അപ്പൊ ഞങ്ങളവിടെ കുറച്ചേരൊക്കെ ഇരുന്നു. ഉണ്ണിമോന്തേ എന്നിട്ട് എന്താ വേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. വിനോദിനെ അതിലേക്ക് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. ആട്ടുംകൂടി വിനോദിന്റെ അടുത്ത് സെൽഫി എടുക്കാൻ വന്നതാണ്. പിന്നെ ആട്ടുകുട്ടി അച്ഛൻ വീണ്ടും വിളിച്ചു. നല്ല രസമാണല്ലേ ഏരിയ. ഇത്തിരി ചൂടുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. നല്ല പകല് പോയിട്ട് നമ്മളൊരു മാക്സിമം 2 മണിക്കൂറൊക്കെ ചെലവാക്കിക്കോളല്ലേ. ആ ആടെ എന്നെ വിട്ട് പോണ്ടായില്ല, എന്നെയും വിനോദിനൊക്കെ വിട്ട് പോണ്ടായില്ല. ഉണ്ണിമോളും ആടിനെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും ഉണ്ണിമോൾക്ക് ഒരു പേടിയുണ്ട്. ഉണ്ണിമോനും പേടിയുണ്ട്. എല്ലായിടയ്ക്ക് വിനോദൻ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഉണ്ണിമോ എൻ്റെ പിന്നാലെ ഓടിയതാണ്. വണ്ടി ഓടിക്കാൻ വരെ പാടാണ് മരുഭൂമിക്കടി, കാരണം തിരിയൊന്നുമില്ല. ആദ്യമായിട്ട് ഓടിക്കൊണ്ട് കുറച്ച് ഇതായിരുന്നു. പിന്നെ കുറച്ച് നേരം ഓടിച്ചപ്പോൾ ഉഷാറായിട്ടാ. എന്നടിച്ച് ഉണ്ണിമോ പുറകെ ഓടിച്ചു. രസമുണ്ടാ അവിടെ ആകുമ്പോൾ. ആ ഏരിയയിൽ വേറെ ഒരാളില്ല, നമുക്കവിടെ നമ്മുടെ സൗകര്യമായിട്ട് കഴിക്കാം. അപ്പൊ ഈ കോവിഡ് സമയത്തൊക്കെ അങ്ങനെ ആരില്ല സ്ഥലത്തൊക്കെ പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഞാൻ വിനോദിന്റെ ബാക്കിൽ കയറിയിരുന്നു. ഞങ്ങൾ വിനോദ ഓടിച്ചു. ഞങ്ങൾ കുറച്ചേരി അവിടെ കുറച്ച് പോയുള്ളൂ. ഞങ്ങൾ തിരിച്ചു വന്നു. ഭയങ്കര ബുദ്ധിമുട്ടാ ബാക്കിൽ ഇരിക്കാൻ. ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമല്ലോ അല്ലേ. ഓടിക്കാം, പക്ഷെ അത് എനിക്കത് ഒറ്റക്കുള്ള ബാക്കിയാണ്. കുറച്ച് ഓടിച്ചപ്പോഴും ചൂടാണ്ട് അല്ലേ, ആവശ്യമായിരുന്നു. പക്ഷെ രസോട്ടൊക്കെ അതിനൊക്കെ പോയി വരും. നമ്മളെ മേടിച്ച് അതിനകത്ത് ഫാമിലൊക്കെ എത്തി. ഞങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെ വീണ്ടും കയറ്റിയിട്ടുണ്ട്. ഇപ്പം ഈ ഡെസേർട്ടിൽ ഓടിക്കാൻ ഇത്തിരി പാടാണ്. നമുക്ക് വശമില്ലാത്ത കാരണം ഇത്തിരി ഓടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉണ്ണിമോനെ ആരുടെയും കൂടെ ഒക്കെ ഓടിക്കൊണ്ട് നടക്കുകയാണ്. ഒന്നും കൂടി ഓടിക്കാൻ പിന്നെ ടയർ ഫോണിൽ വണ്ണുണ്ടല്ല. തീരെ കൈ വഴങ്ങണില്ല അല്ലേ. വീണ്ടും ഓടിച്ചു. അപ്പൊ അപ്പുറത്തെ ഫാമിലി ആട്ടിനെയൊക്കെ തീറ്റ കൊടുക്കാൻ സമയമായി. അപ്പൊ എല്ലാരും ആടിന് തീറ്റ കൊടുക്കാൻ അവർ കൊണ്ടുവന്ന് കൊടുക്കാണ്. അപ്പൊ എല്ലാരും ഓടിച്ചെല്ലുന്നു, ആടുകളൊക്കെ ഓടിച്ചെല്ലുന്നു. ഇത് കട്ട മരുഭൂമി ഉണ്ടോ, മരുഭൂമിയിലാണ് ഈ ഫാമൊക്കെ ഉള്ളത്. വിനോട്ടം ദേവി ഉണ്ണിമോളെ വെച്ച് ഓടിക്കുന്നതാണ്. ഉണ്ണിമോളെ മുന്നിലിരുത്തിയിട്ടാണ് ഓടിച്ചത്. കുറച്ചങ്ങോട്ട് പോയിട്ട് വിനോട്ടം തിരിച്ചു വന്നു. ഉണ്ണിമോള് ടാറ്റയൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വിനോട്ട ഫാമിലിക്ക് തന്നെ ഓടിച്ച് കയറ്റി. എന്നിട്ട് വിനോട്ടം സ്റ്റോപ്പ് ചെയ്തു. ഉണ്ണിമോനൊക്കെ അവിടെ ഊഞ്ഞാല കളിക്കുന്നു. അവിടെ ഒരു 3 ഊഞ്ഞാല ഉണ്ടായിരുന്നു. ആട്ടിത്തരാനൊക്കെ പറഞ്ഞു. ഞാൻ അപ്പോൾ അവരെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വിനോട്ടം ചെന്ന് ആട്ടി കൊടുക്കുന്നുണ്ടായി. അപ്പൊ ഞാൻ വണ്ടിയിലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ പ്രാവുകളുണ്ട്.
പ്രാവുകൾ ചിലയുടെ മുട്ട ഇടുന്ന ചിലത് മുട്ടയിട്ടിട്ടുണ്ട് അല്ലേ? അവിടെ ഉണ്ട് പശു, കുറെ പശുക്കളുണ്ട്. അതെ, പശു. അത് നമ്മൾക്ക് ഒട്ടകം ഓടിയൊന്നുമില്ലേ? ക്യാമലിന്റെ ഒക്കെ വിചാരം നമ്മളെന്താ തീറ്റ തരാൻ പോണെന്നാ. ഓടി വന്നു. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഫാമിലേക്ക് നമ്മള് കുറച്ചു നേരം കൂടി ഊഞ്ഞാലൊക്കെ ആടി. അത് കഴിഞ്ഞ് നമ്മള് വേറൊരു ഫാമിലേക്ക്, വലിയൊരു ഫാമിലേക്ക് ചെന്നു അല്ലേ? വേറൊരു ഫാം ഉണ്ടായിരുന്നു. അവിടെ കുറെ ഒട്ടകം അല്ലേ? കുറെ ഒട്ടകം, സെപ്പറേറ്റ് ഒട്ടകത്തിനൊക്കെ സെപ്പറേറ്റ് കൂട്ടിലിട്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. കുറെ പൂവൻകോഴിയും പിഴക്കോഴിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പശുക്കുട്ടി സുനന്ദരി പശു. ഊഞ്ഞാലുണ്ടായി, പിന്നെ ബ്ലാക്ക് ഊഞ്ഞാല. കൊറേ പശു വീണ്ടും വന്നു. വാങ്ങിയിട്ടില്ലേ? പശുക്കളുണ്ട് അതിൻ്റെ താറാക്കുട്ടി. ഉണ്ണിമോളെ അടുത്തേക്ക് ഒട്ടകം വരുന്നു. ഉണ്ണിമോൾക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഉണ്ണിമോള് പെട്ടെന്ന് പേടിച്ചിട്ടാ നിന്നിരുന്നത്. തൊട്ടാ ഉണ്ണിമോന്റെ ഉന്തിണ് ഉണ്ണിമോളെ പോയിട്ട്. ഉണ്ണിമോളെ ഫോട്ടോ എടുക്കാൻ നിർത്തിയത്. ഉണ്ണിമോള് നോക്കി നിൽക്കുന്നു. കുറുമ്പ് ഉന്തിണ്. ഉണ്ണിമോനെ ഇപ്പം കൊട്ടാൻ പൊക്കിയാലേണ്ട കോഴിയോ നോക്കി. കൊറേ കോഴികള്, താറാവുകള്, വൈറ്റ് താറാവ്, വള്ളത്തില് ഉടുമ്പ് ചില മണ്ണില്. ഓടിപ്പിക്കില്ല എന്നെ. ഇതൊരു വേറെ ഫാമാണ്, തൊട്ടപ്പുറത്തുള്ള ഫാമാണ്. ഇവിടെ കോഴി, ഒട്ടകം, താറാവ്, ആട്, അങ്ങനെയൊക്കെയുള്ള സ്ഥലം. അതിൻ്റെ ഉള്ളിൽ പശുക്കുട്ടി ഉണ്ട്, കുഞ്ഞു പശുക്കുട്ടി. അവൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കൊണ്ട് നടക്കാണ്. ഉണ്ണിമോനും ഉണ്ണിമോൾക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി, ഹാപ്പിയായി അവര് കണ്ടിട്ട്. അപ്പോൾ ഇരുട്ടായി തുടങ്ങി. അപ്പം നമ്മൾ പോവാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതേ ഞങ്ങൾ കാറിൻ്റെ അടുത്ത് പോയി കാറൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ സന്ധ്യയായി. അപ്പോൾ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. അപ്പോൾ ഓണായതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം മദീന മാളിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വന്നിട്ട് വർഷാസ് വേൾഡ് ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീണ്ടും മലഹാറോട് വെച്ചിട്ട് നേരെ മദീന മാളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കത്തേ പോയപ്പോൾ നിങ്ങൾ ഈ പള്ളി കണ്ടിട്ടുണ്ടാവും. ലൈറ്റൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതാണ് പകൽവെട്ടത്തിൽ കാണുന്ന പള്ളി. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ റോഡിലപ്പോൾ സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. അപ്പോൾ ഇരുട്ടാടങ്ങുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മദീന മാളിൽ കയറണം. അതുപോലെ വർഷാസ് വേൾഡിൻ്റെ വീട്ടിൽ പോകണം. വർഷാസ് വേൾഡിൽ നിന്ന് ഇപ്പോൾ സൂര്യ പറഞ്ഞില്ലേ, സൂര്യയുടെ കസനാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അപ്പോൾ മദീന മാളിലേക്ക് വെച്ചിരിക്കുകയാണ്. നാഷണൽ പെൻസിൽ തന്നെ ഉള്ളതാണ് മദീന മാൾ. അപ്പോൾ ഞങ്ങൾ മദീന മാളിൽ എത്തി. അപ്പോൾ അവിടെ ഈ ഓണത്തിൻ്റെ കട്ടൗട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മവേലിയുടെ പടമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ പൂക്കളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ ഫാമിൽ നിന്ന് നേരെ വന്നത് അഹലിയൻ്റെ വീട്ടിലേക്ക് വന്നത്. നിങ്ങൾ ഈ ചിക്കൻ തലയിലേക്ക
അമ്മായി കോഴി. നമസ്കാരം. ഇതാണ് ഇവിടെ നമ്മൾ പൽമേന്ന് മേടിക്കുന്ന അമ്മായി ചിക്കൻ. അടിപൊളി സാധനം കേട്ടാ, നല്ലോണം വെന്നിട്ട് പറഞ്ഞു. പക്ഷെ പേടിക്കണം, കുറച്ച് മസാല എല്ലാം കൂട്ടി വെക്കാൻ പറഞ്ഞിട്ട് പേടിക്കണം. ഇതേ കണ്ടില്ലേ, അതിൻ്റെ ഒപ്പം നല്ല നാടൻ പൊറോട്ടയും കിട്ടും, കേരള സ്റ്റൈൽ പൊറോട്ട. അതെ, ഇതിങ്ങനെ പിടിച്ചിട്ട് നിൽക്ക്, അയവാ അങ്ങനെ കഴിക്കണം. അഞ്ചിൻ്റെ ഒരു പീസ് കഴിച്ച് കാണിച്ചു കൊടുക്ക്. നിൽക്കുക എടുക്കണത്. അതെ, പൊറോട്ട അങ്ങനെ എടുക്കാം. ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കാം. ഒരു ചിക്കൻ്റെ പീസ് വെക്കുക, എന്നിട്ട് ആയിവാ. എങ്ങനെ കഴിച്ചു? സൂപ്പർ ആയിട്ടാ. ഓക്കെ, സൂപ്പർ എന്ന് തന്നെ പറയണേ, എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയതല്ലോ, പുറത്ത് മേടിച്ചല്ലേ. നമസ്കാരം, വെൽക്കം ടു വർഷാസ് വെൽഡൻ SVS ടെക് ആൻഡ് കറി വേൾഡ്. പിന്നെ ആക്ച്വലി നമ്മൾ ജസ്റ്റ് പുറത്തേക്കെല്ലാം പോയിട്ട് വന്നിട്ട് ഒരുപാട് സമയമായി, അപ്പോൾ ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് നമ്മൾ ഇവിടുന്ന് പൽമേന്ന് നമ്മൾ അമ്മായി ചിക്കൻ മേടിച്ചു. ഭയങ്കര ടേസ്റ്റ് കേട്ടാ. ടേസ്റ്റിലാന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അത് വേറെ തരും. സംഭവം അടിപൊളി എല്ലാം പറഞ്ഞില്ല. അതെ, അമ്മായി ചിക്കൻ കാണിച്ചു തരാം. ഇതേ അമ്മായി ചിക്കൻ കാര്യം ടേസ്റ്റ് ഉണ്ട്. അതെ, ഇതാണ് അമ്മായി ചിക്കൻ. ഇന്ന് അളിയൻ്റെ സെലക്ഷനാണ്. വർഷാസ് വേൾഡ് നടത്തുന്ന നമ്മുടെ അളിയൻ്റെ സെലക്ഷനാണ്. ഞങ്ങളിന്ന് പുറത്ത് വന്നപ്പോൾ അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാം എന്നുള്ള ധാരണയിൽ നമ്മൾ അളിയൻ്റെ സെലക്ഷനിൽ ഓർഡർ ചെയ്ത അമ്മായി ചിക്കനും വിത്ത് അടിപൊളി ചൂടൻ അടിച്ച പൊറോട്ട. ആ അടിച്ച പൊറോട്ടയുടെ ഒരു പീസ് എടുത്തിട്ട് അളിയൊന്ന് കഴിച്ചു കളിയാ. എടുത്തിട്ട് അടിച്ച പൊറോട്ടയുടെ പീസ് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് അതങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ചിക്കൻ്റെ നല്ല പീസ് നോക്കിയിട്ട് ഇങ്ങനെ പിച്ചാം. എന്നിട്ട് അതിൻ്റെ ഒപ്പം ഈ ഗ്രേവി അങ്ങനെ എടുക്കാം. ഗൗരി എന്നൊക്കെ പറയും മക്കൾ. പിന്നെ അങ്ങനെ അങ്ങനെ എടുത്തിട്ടില്ലേ, ഓക്കെ. ഗംഭീരമാണോ അളിയാ? സൂപ്പർ സെലക്ഷൻ. ഞാൻ കഴിച്ചു. അളിയ അത് കോപ്പി അടിച്ചതാവാൻ കഴിയുന്നത്. എന്നാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.